ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത. ഇന്ന് പത്രലോകം തരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ബാർ കോഴ കേസുമായി കോടതി നടത്തിയിരിക്കുന്ന ചില നിരീക്ഷണങ്ങളെ സംബന്ധിച്ച വാർത്തയാണ്. കോടതിയിൽ അതിൻ്റെ വാദം നടക്കുന്നു. വാദത്തിനിടയ്ക്ക് ജഡ്ജിമാർ പലതും പറയാറുണ്ട്. അതൊക്കെ അന്തിമ വിധിയിലോ അന്തിമ വിശകലനത്തിലോ അന്തിമ നിരീക്ഷണത്തിലോ പ്രതിഫലിക്കണം എന്ന് പോലുമില്ല. അതുകൊണ്ട് അത്രത്തോളം ആധികാരികമാണ് അത് എന്ന് പറഞ്ഞുകൂടാ. എങ്കിൽ പോലും ഇപ്പോൾ നടത്തിപ്പെട്ടിരിക്കുന്ന പരാമർശം അതിൻ്റെ സവിശേഷത കൊണ്ട് തന്നെ ഒരുപക്ഷെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവതരിപ്പിച്ചിരിക്കുന്ന കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആ റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അടിയെ മാന്തുന്ന ഒരു നിലപാട് കോടതി എടുത്തിരിക്കുന്നുവോ എന്ന സംശയം ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മന്ത്രി കെ എം മാണി ഉൾപ്പെട്ട ബാർ കോഴ കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തിലെ ചില പരാമർശങ്ങൾ വിജിലൻസ് പ്രത്യേക കോടതി തള്ളി എന്ന് തന്നെയാണ് മാതൃഭൂമി പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ SP R സുകേശന് വിജിലൻസ് ഡയറക്ടർ നൽകിയ കത്തിലുള്ളത് ഡയറക്ടറുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് എന്ന പ്രോസിക്യൂഷൻ വാദമാണ് കോടതി മുഖ്യമായും തള്ളിയത്. മാണിയെ കുറ്റവിമുക്തനാക്കാനുള്ള നിർദ്ദേശമാണ് വിജിലൻസ് ഡയറക്ടർ വിൻസെൻ്റ് എം പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയത് എന്ന് കോടതി നിരീക്ഷിച്ചു. ഇത് വിജിലൻസ് ഡയറക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയ കത്തിൽ വ്യക്തമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ബിജു രമേശിൻ്റെ ഡ്രൈവറുടെ മൊഴി ശാസ്ത്രീയ തെളിവുകൾ സാധൂകരിക്കുന്നതാണല്ലോ എന്ന് കോടതി പരാമർശിച്ചു. ഒന്നിനു പിറകെ ഒന്നായി ദുരന്ത ദുശകുനങ്ങൾ മാണിക്ക് കാണാം. സ്വകാര്യ അഭിഭാഷകന് നിയമോപദേശം തേടിയത് ഒരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണ് വിൻസെൻ്റ് എം പോൾ. ആലോചന നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ചില പുതിയ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ അന്തർഗതങ്ങളിൽ. അത് എന്ത് എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല എങ്കിലും മലയാള മനോരമയിൽ മാത്രം വന്ന ഒരു വാർത്തയുണ്ട് ഇന്ന്. കേരള രാഷ്ട്രീയത്തിൻ്റെ അടിയൊഴുക്കുകൾക്ക് കൂടുതൽ ഭാവഭംഗി നൽകുന്ന ചില വിവരങ്ങൾ, അടിസ്ഥാന വിവരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മലയാള മനോരമ ആ വാർത്ത മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ദില്ലിയിലേക്ക് പോയതാണ് നരേന്ദ്രമോദിയെ കാണാൻ. സാക്ഷാൽ മോദിക്ക് അന്ന് സമയം അനുവദിച്ചില്ല. അതുകൊണ്ട് അമിത്ഷാ മോദി നമ്പർ 2 അദ്ദേഹത്തെ കണ്ട് തിരിച്ചു പോരേണ്ടി വന്നു. ചന്തയ്ക്ക് പോയ മാതിരിയായിപ്പോയി ആ പോക്ക്. എന്നാൽ ഇന്ന് രാവിലെ 11 മണിക്ക് ആ സമയത്താണ് മോദിയെ വെള്ളാപ്പള്ളി നടേശൻ സന്ദർശിക്കുന്നത്. 4 പേരാണ് മോഡിയെ കാണുന്നത്. ഒരച്ഛൻ, ഒരമ്മ, ഒരു മകൻ, പിന്നെ വെറും ഒരു ചാർച്ചക്കാരനായ ഒരു മാവേലിക്കരക്കാരൻ സുഭാഷ് വാസു. 4 പേരാണ് കാണുന്നത്. അതിനകത്ത് ഈ അമ്മയ്ക്ക് ഒരു പങ്കും വാസ്തുവിൽ SNDPയുമായി ബന്ധിപ്പിച്ചൊന്നുമില്ല. ഒരച്ഛൻ്റെ ഭാര്യയായി പോയി എന്നതിൽ കവിഞ്ഞ്. ഏതായാലും 4 പേർ അങ്ങനെ കാണുമ്പോൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത്? വി മുരളീധരനോ രാജഗോപാലിനോ ഒന്നും അറിയാത്ത ആ കാര്യം മനോരമ അറിഞ്ഞ് നമ്മെ അറിയിച്ചിരിക്കുന്നു. അതിങ്ങനെ VV ബിനു ദില്ലിയിൽ നിന്ന് എഴുതുന്നു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കണമെന്ന് BJP കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ താൽപ്പര്യം SNDP നേതൃത്വത്തെ BJP അറിയിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ശേഷമേ ഇക്കാര്യത്തിൽ ഔപചാരിക തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടിലാണ്. അതേ സംബന്ധിച്ചൊരു വാർത്ത കാണുക. ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുഖത്ത് പ്രഹരമേൽപ്പിക്കുന്ന ആ വാർത്ത ദേശാഭിമാനി 1-ാം പേജിൽ ആദ്യ വാർത്തയായി തരുന്നു. ബീഫ് കഴിച്ചെന്നാരോപിച്ച് ഗൃഹനാഥനെ തല്ലിക്കൊന്നു കൊലയ്യപ്പെട്ട ഗൃഹനാഥൻ്റെ ചിത്രവും ആ വാർത്ത നമുക്ക് തരുന്നുണ്ട്. മുഹമ്മദ് അഖിലാഖി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ബീഫ് കഴിച്ചു എന്നാരോപിച്ച് ഗൃഹനാഥനെ തല്ലിക്കൊന്നു. വീട്ടിൽ മാട്ടിറച്ചി സൂക്ഷിക്കുകയും കഴിക്കുകയും ചെയ്തുവെന്നാരോപിച്ച് സംഘപരിവാറുകാർ വീടാക്രമിച്ച് ഗൃഹനാഥനെ ഇഷ്ടിക കൊണ്ട് ഇടിച്ചു കൊന്നു. മകനെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിലെ ബിസാറ ഗ്രാമത്തിലെ ദാദ്രിയിലാണ് രാജ്യത്തെ നടുക്കിയ സംഭവമുണ്ടായത്. UPയിൽ അങ്ങ് ദൂരെ എവിടെയോ ആണ് എന്ന് വിചാരിക്കരുത്. ഈ വില്ലേജ്, ഈ ഗ്രാമം ഒരുപക്ഷെ ദില്ലിയിൽ നിന്ന് നോക്കിയാൽ അതിർത്തിക്കപ്പുറത്ത് 45 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്ഥലം. തലസ്ഥാന നഗരിയിൽ നിന്ന് 45 കിലോമീറ്റർ ദൂരത്താണ് ഇത്തരമൊരു സംഭവം നടന്നത്. സാർവദേശീയ രംഗത്ത് ഇന്ത്യ അപമാനിക്കപ്പെടുന്നൊരു സംഭവമായി ഒരുപക്ഷെ തലയുയർത്തിപ്പിടിച്ച് അമേരിക്കയിൽ പ്രസംഗിച്ച് പ്രധാനമന്ത്രി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നത് സംഘപരിവാർ പാരിതോഷികം, ഇതാ ഒരു ജഡം എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ ഇന്ത്യയിൽ നീങ്ങുന്നത്.